ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്നെനിക്ക് കുറച്ച് മത്തി കിട്ടി. അപ്പോൾ മത്തി കൊണ്ട് ഒരു മുളകിട്ട കറി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും മുളകിട്ട മത്തിക്കറി. പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും വെക്കുക. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു സ്റ്റൈലാണ് വെക്കുന്നത്. ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു മത്തിക്കറിയാണ് ഉണ്ടാക്കാറ് സാധാരണ. പക്ഷേ നല്ല ടേസ്റ്റിയാണ്. എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഈ മത്തിക്കറിയാണ് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് രാത്രിയത്തേക്കൊക്കെ ഈ മത്തിക്കറി വെച്ചിട്ടാണ് ഫുഡ്. അപ്പോൾ ഉച്ചയ്ക്ക് മത്തിക്കറിയും ചോറുമാണ്. രാത്രിയത്തേക്ക് ഇനി എന്താണെന്നറിയില്ല, മത്തിക്കറിയും ചപ്പാത്തിയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ മത്തിയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഞാൻ ഇവിടെ സവാളയാണ് എടുത്തത്. കാരണം എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല, അതുകൊണ്ട് ഞാൻ സവാള എടുത്തു. പിന്നെ പൊടികളായിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് പുളിവെള്ളം ഒഴിച്ചു. പുളിവെള്ളം ഞാൻ ആദ്യം മത്തി മുറിക്കുന്നതിന് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം പൊതിർന്ന് കിട്ടും. അപ്പോൾ അതും കൂടെ വെച്ച് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില പിച്ചാൻ പോയി. കറിവേപ്പിലേൻ്റെ മുകളിലൊക്കെ ഉള്ള പാടാന്ന് വെച്ചാൽ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് പാട ഉണ്ടാവും. അപ്പോൾ അത് നല്ല രീതിയിൽ കഴുകിയെടുത്തു. അങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നപ്പോൾ ഞാൻ എൻ്റെ മത്തിയൊക്കെ ഇട്ട് കൊടുത്തു. മത്തിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവി കൊടുത്ത് മൂടി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ ആ മത്തി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. എന്നാലും ഒന്നുകൂടെ ഒന്ന് വറ്റിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും കുറച്ച് പയറിരുന്നത് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ മുറിച്ചിടുകയാണ്. ഈ പയർ അന്ന് കൃഷീൻ്റെ വീഡിയോ ഇട്ടില്ലേ കഴിഞ്ഞ ഞായറാഴ്ച. അപ്പോൾ അതിലുള്ള പയറും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു പച്ചമുളക് കീറിയിട്ട് ഉപ്പിട്ട് സെറ്റാക്കി. അപ്പോഴേക്കും നമ്മുടെ ഗ്രേവി ഒക്കെ ഒന്ന് തിക്കായിട്ട് വന്ന് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ച് മാറ്റി വെച്ചു. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് തിക്കാക്കി എടുക്കാം, അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് 2 നേരത്തേക്ക് കൂടെ കണക്കാക്കിയിട്ടായതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ എടുത്തതാണ്. ഇപ്പോൾ ചോറ് വിളമ്പി. ഇന്നലത്തെ ചിക്കൻ കറിയിൽ 2 കഷ്ണം ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയിൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, അതൊരു ചെറിയൊരു കഷ്ണം എടുത്തു. പിന്നെ നമ്മുടെ പയറുപ്പേരി എടുത്തു. പിന്നെ അതാ മക്കളെ നമ്മുടെ സൂപ്പർ മത്തി മുളകിട്ടത്. അപ്പോൾ അതും കൂടെ വിളമ്പി ഞാനിതാ ഭക്ഷണം കഴിച്ചു. സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സ്റ്റൈലും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ. താങ്ക്